നമസ്കാരം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകിയ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ഐഫോണുകളുടെ കയറ്റുമതിയിൽ വൻതോതിലുള്ള കുറവാണ് അനുഭവപ്പെട്ടത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണുകളുടെ കയറ്റുമതിയിലാകട്ടെ വൻതോതിലുള്ള വർധനവാണ് ഉണ്ടായത്. ഏതാണ്ട് 30 ലക്ഷത്തോളം ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചൈനയിൽ നിന്നുള്ള കയറ്റുമതി ആകട്ടെ 9 ലക്ഷമായി കുറയുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ഐഫോണിന് നിരവധി പ്ലാന്റുകളാണുള്ളത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അവർക്ക് ഫാക്ടറികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണുകളാണ് അമേരിക്കയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നാണ് ടേൺ അടിച്ച് വേറൊരു തീരുമാനമെത്തിയത്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ, അതായത് തദ്ദേശീയമായി തന്നെ നിർമ്മിക്കേണ്ടതാണ്, അതല്ലാതെ ഇന്ത്യയിലല്ല നിർമ്മിക്കേണ്ടത് എന്നാണ്. മാത്രവുമല്ല, ഇനി അമേരിക്കയിലേക്കുള്ള ഈ ഐഫോണുകളുടെ കയറ്റുമതിക്ക് താൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ 25% അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായിരിക്കാം ട്രംപിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകിയ സന്ദർഭത്തിൽ ആപ്പിൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കൻ സർക്കാരിൻ്റെ പക്ഷത്ത് തന്നെയാണ് നിന്നിരുന്നത്. വളരെ ശക്തമായ പിന്തുണയാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ സർക്കാരിന് ആപ്പിൾ കമ്പനി നൽകിയിരുന്നത്. ഇതൊക്കെ തന്നെ പിന്നീട് ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങളെയും കമ്പനിയെ ബാധിച്ചിരുന്നോ എന്ന് സ്വാഭാവികമായും ആരും സംശയിക്കേണ്ടി വരും. ഈ സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വൻതോതിൽ അമേരിക്കയിലേക്ക് വർദ്ധിച്ചത്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച ഒരുപക്ഷെ ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ഒരു കാലത്ത് പാശ്ചാത്യരെല്ലാം തന്നെ പുച്ഛത്തോടെ നോക്കിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്ത് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പ്രതിരോധ മേഖലയിലാകട്ടെ, സാമ്പത്തിക ശക്തി എന്ന നിലയിലാകട്ടെ, സാങ്കേതിക വിദ്യയിലൊക്കെ തന്നെ ഇന്ത്യ വളരെ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അമേരിക്കയിലെ സ്ഥാപനങ്ങൾ പലതും ഇന്ത്യയിൽ അവരുടെ കമ്പനികൾ തുടങ്ങുകയും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നത് ഒരുപക്ഷെ സായിപ്പ്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു തങ്ങൾ വളരെ ഉയർന്നവരാണെന്ന ബോധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ട്രംപിൻ്റെ നിലപാട് തന്നെ പലപ്പോഴും മാറി മറിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ചില കാര്യങ്ങൾ ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളിലാകട്ടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ഐഫോണിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം കണക്കാക്കാൻ. കഴിഞ്ഞ ഏപ്രിൽ മാത്രം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഐഫോണുകളുടെ കയറ്റുമതി 76% വർദ്ധിച്ചിരുന്നത്. ഇത് വലിയ തോതിലുള്ള ഒരു വർധന തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ, അതുപോലെ ബിസിനസ് ജേർണലുകളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്ന് ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയുള്ള ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ 16 വരെ ഇപ്പോൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇവയുടെയൊക്കെ കയറ്റുമതിയിലും വൻതോതിലുള്ള വർധന രേഖപ്പെടുത്തി എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയ അതേ കാലഘട്ടത്തിലാണ് ആപ്പിൾ കമ്പനി ഇന്ത്യയിലുള്ള അവരുടെ ഫാക്ടറികൾ, അവരുടെ ഉൽപ്പാദനക്ഷമത കൂട്ടിയതും അതുപോലെ കയറ്റുമതിയിലൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള വർധനയാണ് രേഖപ്പെടുത്തിയത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഫാക്ടറികൾ നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും ഇന്ത്യയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ അവരുടെ നിർമ്മാണം വലിയ തോതിൽ വർദ്ധിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതിനിടെ കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് ഐഫോണിനെയും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെയൊക്കെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ച പരസ്പര ചുങ്കത്തിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കി കൊടുത്തത്. ഇതിനെ ട്രംപിനെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ചൈനയുമായി ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വ്യാപാര യുദ്ധത്തിലേക്ക് ശക്തമായി കടന്നു ചെന്ന ട്രംപ് പിന്നീട് അവിടെ നിന്ന് ക്രമേണ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഐഫോണുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇത്രയും ഒരു നെഗറ്റീവായ ഒരു നിലപാട് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ട്രംപിൻ്റെ നിലവിലെ താരിഫുകൾ പ്രകാരം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകൾക്ക് ഇപ്പോഴും 30% അധിക തീരുവ ചുമത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളുടെയും അടിസ്ഥാന താരിഫ് നിരക്ക് നിലവിൽ 10%. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള മുഴുവൻ ഡിമാൻഡ് ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ ഐഫോൺ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയുമോ എന്ന സംശയം പല സാങ്കേതിക വിദഗ്ധരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനാണ് ഇന്ത്യയിലെ അവരുടെ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നത്. അവരുടെ CEO ഉൾപ്പെടെയുള്ള പലരും ഇന്ത്യയിലെ മികച്ച ജോലി സാഹചര്യങ്ങളാണുള്ളതെന്നും ഇവിടെ മികച്ച രീതിയിൽ നിർമ്മാണം നടത്താൻ കഴിയുമെന്നും പലതവണ പരസ്യമായി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. ഒരുപക്ഷെ ചൈനയേക്കാൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന സൂചനയാണ് ആപ്പിളിൻ്റെ CEO പോലും നൽകിയിരുന്നത്. എന്നിട്ടും ട്രംപ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്ര നിലപാടിലേക്ക് പോയത് എന്നുള്ളതിന് ഇനിയും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല.